നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന സബ്ജക്റ്റാണ്. പണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ള എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ്. അവിടെ നമ്മൾ പഠിച്ചിട്ടുള്ള പല ഫോഴ്സ് പ്രിൻസിപ്പിൾസും നമ്മൾ ഫ്ലൂയിഡിൽ അപ്ലൈ ചെയ്തിട്ടുള്ള സ്റ്റഡിയാണ് ഈ സബ്ജക്റ്റിൽ പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് പറയാം, ഫ്ലൂയിഡ് മെക്കാനിക്സ് ഈസ് എ സയൻസ് ഡീലിംഗ് വിത്ത് ഫ്ലൂയിഡ്സ് അറ്റ് റെസ്റ്റ്, ഇൻ മോഷൻ ആൻഡ് ഫോഴ്സസ് ആക്ടിംഗ് ഓൺ ഫ്ലൂയിഡ്. ഫ്ലൂയിഡ് മെക്കാനിക്സിനെ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് ഫ്ലൂയിഡ്, സ്റ്റാറ്റിക്സ്, രണ്ടാമത്തേത് ഫ്ലൂയിഡ് കൈനമാറ്റിക്സ്, മൂന്നാമത്തെ ഫ്ലൂയിഡ് കൈനറ്റിക്സ്. ഫ്ലൂയിഡ്സ് അറ്റ് റെസ്റ്റ് ഓർ ഇൻ യൂണിഫോം മോഷൻ, അതിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സിൽ പറയുന്നത്. ഫ്ലൂയിഡ്സ് അറ്റ് റെസ്റ്റ് ഓർ ഇൻ യൂണിഫോം മോഷൻ, അതിൻ്റെ സ്റ്റഡിയാണ് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ഫ്ലൂയിഡ് കൈനമാറ്റിക്സിൽ മോഷൻ ആസ്പെക്ട്സ്, ഫ്ലൂയിഡിൻ്റെ മോഷൻ ആസ്പെക്ട്സ് പറയുന്നതാണ് ഫ്ലൂയിഡ് കൈനമാറ്റിക്സ്, വിത്തൗട്ട് കൺസിഡറിങ് ഫോഴ്സസ്. ഫോഴ്സ് ഒന്നും കൺസിഡർ ചെയ്യാതെ നമ്മൾ മോഷൻ്റെ കാര്യങ്ങൾ മാത്രം പഠിക്കുന്നതാണ് ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് എന്ന് പറയുന്നത്, വിത്തൗട്ട് കൺസിഡറിങ് ഫോഴ്സസ്. ഫ്ലൂയിഡ് കൈനറ്റിക്സിലെ ഫ്ലൂയിഡിൻ്റെ മോഷൻ അലോങ് വിത്ത് കൺസിഡറിങ് ഫോഴ്സസ് ആണ് വരുന്നത്. ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ് ഓർ ഇൻ യൂണിഫോം മോഷൻ്റെ സ്റ്റഡിയാണ് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സിൽ വരുന്നത്. ഫ്ലൂയിഡിൻ്റെ മോഷൻ ആസ്പെക്ട്സ് വിത്തൗട്ട് കൺസിഡറിങ് ഫോഴ്സസ് ആണ് ഫ്ലൂയിഡ് കൈനമാറ്റിക്സിൽ വരുന്നത്. അതായത് വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, ആക്സലറേഷനിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, അതാണ് ഫ്ലൂയിഡ് കൈനമാറ്റിക്സിൽ പഠിക്കാനുള്ളത്. ഫ്ലൂയിഡ് കൈനറ്റിക്സിൽ ഫ്ലൂയിഡിൻ്റെ മോഷൻ അലോങ് വിത്ത് ഫോഴ്സസ് ആണ് അവിടെ വരുന്നത്. നമ്മൾ പണ്ട് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. 3 സ്റ്റേറ്റ്സ് ഉണ്ട്, സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസസ്. ഈ ലിക്വിഡും ഗ്യാസസും കൂടി നമ്മൾ കമ്പൈൻ ചെയ്ത് പറയുന്ന ഒരു പേരാണ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. സോ ഫ്ലൂയിഡിൽ ലിക്വിഡും ഉണ്ട്, ഗ്യാസസും വരും. ഫ്ലൂയിഡ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ മാറ്റർ ദാറ്റ് ക്യാൻ ഫ്ലോ, അതായത് ഫ്ലോ ചെയ്യുന്ന ഒരു മാറ്റർ ആണ് നമ്മൾ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ടേക്സ് ദ ഷേപ്പ് ഓഫ് ദി കണ്ടെയ്നർ ടു വിച്ച് ഇറ്റ് ഈസ് ഫിൽഡ്. നമുക്ക് നോക്കാം, ഒരു സോളിഡ് ഉണ്ട്, ഒരു സോളിഡ്, ഫ്ലൂയിഡ്. ഷിയർ സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇതിങ്ങനെ ഡീഫോം ആവും, ഇത്ര വരത്തുള്ളൂ. പക്ഷെ ഫ്ലൂയിഡിന്റെ കേസിൽ നമ്മൾ ഷിയർ സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എന്താണ്, ഇവിടെ ഒരു കണ്ടിന്യൂസ് ഡീഫോർമേഷൻ തന്നെ നടക്കും. അതിങ്ങനെയാവും, പിന്നെ എന്താവും, പിന്നെ കുറച്ചും കൂടി ഡീഫോം ആവും, അങ്ങനെ ഒരു കണ്ടിന്യൂസ് ഡീഫോർമേഷൻ തന്നെ നടക്കും. അതിനെയാണ് നമ്മൾ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അതായത് any substance that continuously deforms when acted upon by a shear stress of any magnitude, അതിനാണ് നമ്മൾ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. and it takes the shape of the container to which it is filled. നമുക്കിനി പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് നോക്കാം. നമുക്ക് ഒരു ഫ്ലൂയിഡിന്റെ ബിഹേവിയർ പ്രെഡിക്റ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് അറിഞ്ഞിരിക്കണം, എങ്കിലേ നമുക്ക് അതിന്റെ ബിഹേവിയറിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് ഡെൻസിറ്റി ഓർ മാസ് ഡെൻസിറ്റി ഓർ സ്പെസിഫിക് മാസ്. വെറുതെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് മാസ് ഡെൻസിറ്റി തന്നെയാണ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ റോ ആൻഡ് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് മാസ് ടു ദി വോളിയം ഓഫ് ഫ്ലൂയിഡ്. മാസിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാമും വോളിയത്തിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ക്യൂബും. സോ യൂണിറ്റ് വരുന്നത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ഇവിടെ കുറച്ച് കാര്യം കൂടെ നോക്കാം. In the case of gases,
as temperature increases, density decreases. അതായത് നമ്മളൊരു കണ്ടെയ്നറിൽ ഒരു ഗ്യാസ് നിറച്ച് വെച്ചേക്കുവാന്ന് വിചാരിച്ചോ. ഇപ്പൊ ടെമ്പറേച്ചർ കൂടുന്തോറും ഇവിടെ ഉണ്ടാവുന്ന മോളിക്യൂൾസ് അകന്നു പോകാനുള്ള ചാൻസസ് ഉണ്ട്. നമുക്കറിയാം ഡെൻസിറ്റി റോ എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആണ്. ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്കും ഇവിടെ ഉണ്ടാകുന്ന ഈ പാർട്ടിക്കിൾസ് അകന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അകന്നു പോകുമ്പോൾ നമ്മുടെ മാസിനൊന്നും ഒരു ചേഞ്ചും ഉണ്ടാവില്ല, പക്ഷേ വോളിയം എന്ത് ചെയ്യും? വോളിയം കൂടും. വോളിയം കൂടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡെൻസിറ്റി എന്ത് ചെയ്യും? കുറയും. അങ്ങനെയാണ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് ഡെൻസിറ്റി ഡിക്രീസസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രഷറിന്റെ എഫക്റ്റ് നോക്കാം. ആസ് പ്രഷർ increases, density also increases. അതായത് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഗ്യാസിൽ നമ്മളൊരു പ്രഷർ കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഗ്യാസ് മോളിക്യൂൾസ് ഒക്കെ എന്ത് പറ്റും? അതൊക്കെ എക്സ്ക്യൂസ് ചെയ്ത് പോകും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന മാസിന് ഒരു വ്യത്യാസവും കാണില്ല, പക്ഷേ വോളിയം എന്ത് ചെയ്യും? കുറയും. വോളിയം ഡിക്രീസ് ആവും. വോളിയം ഡിക്രീസ് ആകുമ്പോൾ നമ്മുടെ ഡെൻസിറ്റി എന്ത് ചെയ്യും? കൂടും. അങ്ങനെയാണ് വരുന്നത്. But in the case of liquids, there is no effect of temperature, and pressure on density. അതായത് നമ്മൾ ലിക്വിഡ്സിൽ എടുക്കുമ്പോഴത്തേക്കും ടെമ്പറേച്ചറിനും പ്രഷറിനും നമ്മുടെ ലിക്വിഡിന്റെ ഡെൻസിറ്റിയിൽ ഒന്നും ചെയ്യാനില്ല. അവർക്ക് ഒരു എഫക്റ്റും ഉണ്ടാവില്ല. ഇനി നമുക്ക് കുറച്ച് വാല്യൂസ് ഒക്കെ ഓർമ്മിച്ച് വെച്ചേക്കണം. ഡെൻസിറ്റി ഓഫ് വാട്ടർ 1000 kg/m³ ആണ്. ഡെൻസിറ്റി ഓഫ് മെർക്കുറി എന്ന് പറയുന്നത് 13,600 kg/m³ ആണ്. അതായത് നമ്മൾ 1 മീറ്റർ ലെങ്തും 1 മീറ്റർ വിഡ്ത്തും 1 മീറ്റർ ഹൈറ്റും ഉള്ള ഒരു കണ്ടെയ്നറിൽ നമ്മൾ വെള്ളം നിറച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ അതിന്റെ ഭാരം എന്ന് പറയുന്നത് 1000 kg ആയിരിക്കും. നമ്മൾ സെയിം കണ്ടെയ്നറിൽ നമ്മൾ മെർക്കുറിയാണ് ഫിൽ ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ അതിന്റെ ഭാരം എന്ന് പറയുന്നത് 13,600 kg ആയിരിക്കും. നമുക്കിവിടെ ഒരു മേജർ കൺവേർഷൻ കൂടി അറിഞ്ഞിരിക്കണം. അതായത് 1 ലിറ്റർ is equal to 1 kilogram of water, which is equal to 1000 cm³. അടുത്ത പ്രോപ്പർട്ടിയാണ് സ്പെസിഫിക് വെയിറ്റ് ഓർ വെയിറ്റ് ഡെൻസിറ്റി, and it is the ratio of weight to the volume of fluid. വെയിറ്റിന്റെ SI യൂണിറ്റ് ആണ് ന്യൂട്ടൺ, വോളിയത്തിന്റെ SI യൂണിറ്റ് മീറ്റർ ക്യൂബ്. സോ യൂണിറ്റ് വരുന്നത് സ്പെസിഫിക് വെയിറ്റിന്റെ യൂണിറ്റ് വരുന്നത് Newton/m³ ആണ്. അടുത്ത പ്രോപ്പർട്ടിയാണ് സ്പെസിഫിക് വെയിറ്റ് ഓർ വെയിറ്റ് ഡെൻസിറ്റി. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ഗാമ. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് വെയിറ്റ് ടു ദി വോളിയം ഓഫ് ഫ്ലൂയിഡ്. സോ സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത് വെയിറ്റിന്റെയും വോളിയത്തിന്റെയും റേഷ്യോ ആണ് നമ്മൾ സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം വെയിറ്റിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടനും വോളിയത്തിൻ്റെത് മീറ്റർ ക്യൂബും. സോ സ്പെസിഫിക് വെയിറ്റിന്റെ യൂണിറ്റ് ആണ് Newton/m³. നമുക്ക് വെയിറ്റിനെ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് എഴുതാം, വോളിയത്തിനെ നമുക്ക് V എന്ന് എഴുതാം. സോ മാസ് ബൈ വോളിയം ആണ് എന്ത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്? റോ, മാസ് ഡെൻസിറ്റി ഇൻറ്റു G. സോ നമുക്ക് സ്പെസിഫിക് വെയിറ്റ് ഓർ വെയിറ്റ് ഡെൻസിറ്റി ഗാമ ഈസ് ഈക്വൽ ടു ρg എന്നും പറയും. നമുക്ക് വെയിറ്റ് ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്താണെന്ന് നോക്കാം. വെയിറ്റ് ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു ρg. ഡെൻസിറ്റി ഓഫ് വാട്ടർ നമുക്കറിയാം 1000 kg/m³ ആൻഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് 9.81 m/s². നമുക്കറിയാം 1 കിലോഗ്രാം മാസിൽ നമ്മൾ
1 meter per second square acceleration കൊണ്ടുവരാൻ എടുക്കുന്ന ഫോഴ്സ് ആണ് 1 ന്യൂട്ടൺ. സോ നമുക്ക് എഴുതാം 1000 in 9.81 is equal to 9810 Newton per meter cube, which is equal to 9.81 kilonewton per meter cube. അടുത്ത പ്രോപ്പർട്ടി ആണ് സ്പെസിഫിക് വോളിയം ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റെസിപ്രോക്കൽ ഓഫ് ഡെൻസിറ്റി. ഡെൻസിറ്റി നമുക്കറിയായിരുന്നു മാസ് ബൈ വോളിയം ആണെന്ന്. സോ അതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോഴത്തേക്കും വോളിയം ബൈ മാസ് ആണ് സ്പെസിഫിക് വോളിയം. ആൻഡ് യൂണിറ്റ് വരുന്നത് മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം. അടുത്ത പ്രോപ്പർട്ടി ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓർ റിലേറ്റീവ് ഡെൻസിറ്റി. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ എസ്. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഒരു ഗിവൺ ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ ദ ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഡെൻസിറ്റി ഓഫ് എ ഗിവൺ ഫ്ലൂയിഡ് ടു ദ ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് ഇറ്റ് ഹാസ് നോ യൂണിറ്റ്. നമ്മൾ ലിക്വിഡ്സിലൊക്കെ നമ്മൾ ജനറലി വാട്ടർ ആണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് ആയിട്ട് എടുക്കുന്നത് അറ്റ് 4 ഡിഗ്രി സെൽഷ്യസിൽ. ആൻഡ് ഗ്യാസസിൽ നമ്മൾ ഹൈഡ്രജൻ ആണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് ആയിട്ട് എടുക്കുന്നത് at specified temperature and pressure. So specific gravity of mercury is equal to density of mercury divided by density of water. നമുക്ക് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് 13.6 എന്ന് കിട്ടും. ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് നമുക്ക് ഡെൻസിറ്റി ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. നമുക്കറിയാം രണ്ടും എന്താണ് 1000 which is equal to 1. So specific gravity of water is 1. So specific gravity of water is equal to 1. അപ്പോൾ നമുക്ക് പറയാം if specific gravity of a liquid is greater than 1, it will sink in water. അല്ലേ? It will sink in water. And if specific gravity is less than 1, it will float in water. അതായത് നമ്മുടെ ഗിവൺ ഫ്ലൂയിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അത് നമ്മുടെ വെള്ളത്തിൽ സിങ്ക് ചെയ്ത് കിടക്കും. സപ്പോസ് അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ലെസ് ദാൻ 1 ആണെങ്കിൽ അതെന്ത് ചെയ്യും? വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. അടുത്തൊരു ഫ്ലൂയിഡ് പ്രോപ്പർട്ടി ആണ് വിസ്കോസിറ്റി. വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ടു ഫ്ലോ. നമുക്കറിയാം നമ്മുടെ ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്നത് ലെയർ ബൈ ലെയർ ആയിരിക്കും. ലെയർ ബൈ ലെയർ ആയിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലെയർ മൂവ് ചെയ്യാനായിട്ട് ഈ താഴെയുള്ള ഈ ലെയർ കൊടുക്കുന്ന ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഒരു ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഉണ്ട്. അതിനെ പറയുന്ന ആ പ്രോപ്പർട്ടീനെ പറയുന്ന പേരാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഫ്ലൂയിഡ് എപ്പോഴും ലെയർ ബൈ ലെയർ ആയിരിക്കും, ഒന്നിന് മുകളിൽ ഒന്നായിട്ടായിരിക്കും ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. സോ നമ്മൾ മുകളിലത്തെ ലെയറിന് മൂവ് ചെയ്യാനായിട്ട് താഴെയുള്ള ആ ഫ്ലൂയിഡ് ലെയർ ഒരു റെസിസ്റ്റൻസ് കൊടുക്കും, ഒരു ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് കൊടുക്കും. അതിനെയാണ് നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. വിസ്കോസിറ്റി നമുക്ക് വിസ്കോമീറ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് വെച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റും. ഇതിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഒരു ലോ ആണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. It states that shear stress between two adjacent layers in a fluid is proportional to the rate of shear strain or velocity gradient. Newton's law പറയുന്നത് the shear stress is proportional to the rate of shear strain or velocity gradient. Shear strain നമുക്ക് d theta എന്ന് പറയാം, or നമുക്ക് എന്ത് പറയാം? വെലോസിറ്റി ഗ്രേഡിയന്റ് dv by dy എന്ന് പറയാം. അതായത് നമുക്കിവിടെ ഒരു സോളിഡ് ബൗണ്ടറി ഉണ്ടെന്ന് വെച്ചോ. ഇതാണ് നമ്മുടെ ഫ്ലൂയിഡ്. ഒരു ഷിയർ സ്ട്രെസ് ഇവിടെ കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഡീഫോർമേഷൻ സംഭവിക്കുമെന്നാണ് പറയുന്നത്. ഫ്ലൂയിഡിന്റെ ഡെഫിനിഷനിൽ നമ്മൾ കണ്ടിരുന്നു, ഷിയർ സ്ട്രെസ് കൊടുക്കുമ്പോൾ ഡീഫോം ചെയ്യുമെന്ന് പറഞ്ഞു. ഇങ്ങനെയായിരിക്കും ഡീഫോം ചെയ്യുന്നത്. ആൻഡ് ഇവിടെ കിട്ടുന്ന ഈ ഒരു ആംഗിളാണ് നമുക്ക് ഡി തീറ്റ എന്ന് പറയാം. ഇതാണ് നമ്മുടെ
ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഡി തീറ്റ ആണ് നമ്മുടെ ഷിയർ സ്ട്രെയിൻ. So according to Newton's law of viscosity, tau is proportional to d theta or tau is proportional to dv by dy. v എന്ന് വെച്ചാൽ വെലോസിറ്റി ആണ്, y എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ആണ്. സോ നമുക്ക് tau equal to mu into dv by dy. Mu here, mu is the coefficient of viscosity. So mu equal to coefficient of viscosity, mu is equal to tau into dy by dv. നമുക്ക് യൂണിറ്റ് നോക്കാം. ടോയിന്റെ യൂണിറ്റ്, ഷിയർ സ്ട്രെസിന്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, mm സ്ക്വയർ ഒക്കെ വരാം. നമുക്ക് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് എഴുതാം. ഇൻറ്റു dy, y എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ആണ്, അതിന്റെ ഡെപ്ത് ആണ്. y എന്ന് വെച്ചാൽ അതിന്റെ ഡെപ്ത് ആണ്. ഡെപ്ത് നമുക്ക് മീറ്ററിൽ എഴുതാം. ഡിവൈഡ് ബൈ dv, dv എന്ന് വെച്ചാൽ വെലോസിറ്റി, വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ്, which is equal to നമുക്ക് ന്യൂട്ടൺ മീറ്റർ ഡിവൈഡഡ് ബൈ മീറ്റർ സ്ക്വയർ ഇൻറ്റു സെക്കൻഡ് ബൈ മീറ്റർ. മീറ്ററും ക്യാൻസൽ ചെയ്ത് പോവാം. സോ നമുക്ക് ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇതാണ് അതിൻ്റെ യൂണിറ്റ്. വിസ്കോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. ഇതിനെ നമുക്ക് പാസ്കൽ സെക്കൻഡ് എന്നും എഴുതാം. നമുക്ക് വിസ്കോസിറ്റിയുടെ കുറച്ച് യൂണിറ്റ്സ് നോക്കാം. ഇത് SI സിസ്റ്റം, MKS സിസ്റ്റം, CGS സിസ്റ്റം. ഓക്കെ, SI സിസ്റ്റത്തിൽ വിസ്കോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തു, ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. MK സിസ്റ്റത്തിലെ ന്യൂട്ടൺ നമുക്ക് കിലോഗ്രാം ഫോഴ്സ് എന്ന് എഴുതാം. സെക്കൻഡ് തന്നെയാണ്, ആൻഡ് മീറ്റർ സ്ക്വയർ തന്നെയാണ്. സോ MK സിസ്റ്റത്തിൽ വിസ്കോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ഫോഴ്സ് സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്. CGS യൂണിറ്റിൽ നമുക്ക് ഫോഴ്സിന്റെ യൂണിറ്റ് ഡൈൻ, സെക്കൻഡ് തന്നെയാണ്, ഡൈൻ സെക്കൻഡ് പെർ സെന്റിമീറ്റർ സ്ക്വയർ. നമുക്കിനി കുറച്ച് മേജർ കൺവേർഷൻസും കൂടി നോക്കാം. കൺവേർഷൻസ്, വൺ കിലോഗ്രാം ഫോഴ്സ് എന്ന് പറയുന്നത് 9.81 ന്യൂട്ടൺ ആണ്. ഓക്കെ, വൺ ഡൈൻ എന്ന് പറയുന്നത് CGS സിസ്റ്റത്തിലെ ഫോഴ്സിന്റെ യൂണിറ്റ് ആണ്. വൺ ഡൈൻ എന്ന് പറയുന്നത് 1 ഗ്രാം സെന്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ, 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് നമുക്ക് 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, 1 കിലോഗ്രാം മാസിൽ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷൻ കൊണ്ടുവരാനുള്ള ഫോഴ്സ് ആണ് 1 ന്യൂട്ടൺ. സോ നമുക്ക് CGSൽ കിലോഗ്രാം എന്താണ്? ഗ്രാം. മീറ്റർ എന്താണ്? സെന്റിമീറ്റർ. സെക്കൻഡ് തന്നെയാണ്. സോ നമുക്ക് CGS സിസ്റ്റത്തിൽ 1 ഡൈൻ എന്ന് പറയുന്നത് 1 ഗ്രാം സെന്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. നമുക്കിനി 1 ന്യൂട്ടൺ എത്ര ഡൈൻസ് ആണെന്ന് നോക്കാം. കിലോഗ്രാമിനെ നമുക്ക് ഗ്രാമിലോട്ടാക്കണം. അപ്പോൾ 1 കിലോഗ്രാം ഈസ് ഈക്വൽ ടു 1000 ഗ്രാം ഇൻറ്റു 1 മീറ്റർ 100 സെന്റിമീറ്റർ ആണ്. 100 സെന്റിമീറ്റർ, ഇത് ഗ്രാം, ഡിവൈഡ് ബൈ സെക്കൻഡ് തന്നെയാണ്, which is equal to 10 to the power 5 dynes.
സോ 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് 10 to the power 5 dynes ആണ്. അപ്പോൾ 1 dyne എന്ന് പറയുന്നത് 10 to the power -5 ന്യൂട്ടൺ ആണ്. അപ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ കൺവേർഷൻ ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ചിലർ ഇതൊക്കെ കാണാതെ പഠിക്കും. കാണാതെ പഠിച്ചാൽ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ അതൊക്കെ നമ്മൾ മറന്നു പോകും അല്ലെങ്കിൽ കൺഫ്യൂസ് ആയി പോകും. അപ്പം നമ്മൾ എപ്പോഴും ഇങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഈസ് കൈനമാറ്റിക് വിസ്കോസിറ്റി. കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ റേഷ്യോ ഓഫ് ഡൈനാമിക് വിസ്കോസിറ്റി ടു ദി ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്. ഡൈനാമിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ച വിസ്കോസിറ്റി തന്നെയാണ്. ഡൈനാമിക് വിസ്കോസിറ്റി, വെറുതെ വിസ്കോസിറ്റി എന്ന് പറഞ്ഞാലും ഡൈനാമിക് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാലും സെയിം ആണ്. So, kinematic viscosity nu is equal to dynamic viscosity mu by rho. Nu is equal to mu by rho. Mu എന്ന് പറയുന്നത് നമ്മുടെ viscosity and unit Newton second per meter square divided by density യുടെ unit kilogram per meter cube equal to Newton second per meter square into meter cube by kilogram. ന്യൂട്ടനെ നമുക്ക് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതാം. ഇൻറ്റു സെക്കൻഡ് ഡിവൈഡഡ് ബൈ മീറ്റർ സ്ക്വയർ ഇൻറ്റു മീറ്റർ ക്യൂബ് ബൈ കിലോഗ്രാം. കിലോഗ്രാമും ക്യാൻസൽ ചെയ്യാം. സെക്കൻഡ് ആൻഡ് സെക്കൻഡ് സ്ക്വയർ ക്യാൻസൽ ചെയ്യാം. മീറ്റർ സ്ക്വയർ ആൻഡ് മീറ്റർ ക്യൂബ് കട്ട് ചെയ്യാം. ഇപ്പോൾ ബാലൻസ് ഉള്ളത് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ് കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റ്. CGS യൂണിറ്റിൽ നമുക്ക് എഴുതാം സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ഓർ നമുക്ക് എഴുതാം സ്റ്റോക്ക്. സോ 1 സ്റ്റോക്ക് എന്ന് പറയുന്നത് ഈ കൺവേർഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. 1 സ്റ്റോക്ക് എന്ന് പറയുന്നത് 10 to the power -4 മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് കൺവേർഷൻ ആണ്. ആൻഡ് CGS യൂണിറ്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഡൈൻ സെക്കൻഡ് പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അതാണ് നമ്മൾ പോയിസ് എന്ന് പറയുന്നത്. പോയിസ്. സോ 1 പോയിസ് എന്ന് പറയുന്നത് 10 to the power -1 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വേരിയേഷൻ ഓഫ് വിസ്കോസിറ്റി വിത്ത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുമ്പോൾ നമ്മുടെ വിസ്കോസിറ്റി കുറയും. ഇൻ ദ കേസ് ഓഫ് ലിക്വിഡ്സ്, ബിക്കോസ് നമ്മുടെ ലിക്വിഡ്സിൽ കൊഹസീവ് ഫോഴ്സസ് ആണ് പ്രിഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്. സോ അവിടെ ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്കും ഈ കൊഹസീവ് ഫോഴ്സസ് കുറയും. കൊഹസീവ് ഫോഴ്സസ് കുറയുമ്പോഴത്തേക്കും വിസ്കോസിറ്റി നോർമലി ഡിക്രീസ് ചെയ്യും. In the case of gases, as temperature increase, viscosity increases. അതായത് ഗ്യാസസിൽ മോളിക്കുലാർ മൊമെന്റം ട്രാൻസ്ഫർ ആണ് പ്രിഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്. സോ അവിടുത്തെ ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്കും ഈ മോളിക്കുലാർ മൊമെന്റം ട്രാൻസ്ഫർ എന്ത് ചെയ്യും? കൂടും. അത് കാരണം വിസ്കോസിറ്റിയും കൂടും. ഓക്കെ, ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്കും ഗ്യാസസിന്റെ മോളിക്യൂൾസ് തമ്മിൽ ഇടിച്ചിടിച്ച് അവിടെയുള്ള മോളിക്കുലർ മൊമെന്റം ട്രാൻസ്ഫർ എന്ത് ചെയ്യും? കൂടും. അതുകൊണ്ടാണ് നമ്മുടെ വിസ്കോസിറ്റി കൂടുന്നത്. ഓക്കെ, താങ്ക് യു.